സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹൃദയമാം വീണയിൽ മധുര സംഗീതമായി സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ദൈവത്തിൽ മാത്രമാണ് എൻ്റെ വിശ്വാസം. ദൈവമാണ് എനിക്ക് രക്ഷ നൽകുന്നത്. എൻ്റെ അഭയശിലയും കോട്ടയും അവിടുന്ന് തന്നെ. ഈ ശക്തമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഏറ്റുപറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഹാർട്ട് ഓഫ് ഹെവൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. തൻ്റെ ജീവിതവും ജീവനും വിദ്യാഭ്യാസ രംഗത്ത് പൂർണ്ണമായി സമർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് നാം ഈ വേദിയിൽ കൊണ്ടുവരുന്നത്. മനോഹരമായൊരു ഗാനത്തിലൂടെ നമുക്ക് ഈ എപ്പിസോഡ് ആരംഭിക്കാം അല്ലേ? നമ്മൾ ഓരോ എപ്പിസോഡും ആരംഭിക്കുന്നത് നല്ലൊരു ഗാനത്തോടു കൂടിയാണ്. അപ്പോൾ ഈ എപ്പിസോഡും അങ്ങനെ തന്നെ നമുക്ക് പോകാം. എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാ അങ്ങേ ആശ്ലേഷിപ്പാ യേശുവേ മനവിവേകം വന്നിടണേ യേശുവേ മനവിവേകം വന്നിടണേ. മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോ മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോ എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം വെള്ളത്തിനായി എഴുന്ന വേരാമ്പൽ പോ വാഞ്ചിക്കുന്നേ വെള്ളത്തിനായി എഴുന്ന വേരാമ്പൽ പോ വാഞ്ചിക്കുന്നേ മൽപ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും മൽപ്രിയനേ എന്നേശുനായകനേ
ഇപ്പോൾ വരും. മനസ്സിലേക്ക് വല്ലാതെ ആഴ്ന്നിറങ്ങുന്ന ഒരു സംഗീതവും അതിനനുസരിച്ച വരികളും അല്ലേ? അയ്യോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എത്രയോ വേദികളിൽ അതെ, നമ്മൾ പാടിക്കൊണ്ടിരുന്ന പാട്ടാണ്, ഇപ്പോഴും അത് പാടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഈ അറിയാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? ഈ ഒരു ജാതി മത അതെ, വ്യത്യാസം കൂടാതെ. തീർച്ചയായും. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഹൈന്ദവ സഹോദരൻ ഈ പാട്ട് പാടുന്നത് ഞാൻ കേട്ടു. അയ്യ, ശരി. അത് അത്രമാത്രം ഹൃദയസ്പർശിയായ ഗാനമാണ്. അതേ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഗാനങ്ങളാണെങ്കിൽ പോലും ആ ഗാനത്തിന് വലിയ ശക്തിയുണ്ട്, വലിയ അർത്ഥമുണ്ട്. നമ്മളിപ്പോൾ പാടിയ ഈ പാട്ടിലെ കാന്തിക ശക്തി പോലെ തന്നെ വളരെയധികം കാന്തിക ശക്തിയുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് ഇന്നത്തെ ഹാർട്ട് ഓഫ് ഹെവനിൽ നമുക്ക് അതിഥിയായിട്ട് എത്തുന്നത്. കുട്ടികൾക്ക് വേണ്ടി സ്വന്തം ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച ഒരു മഹത് വ്യക്തി. ഒത്തിരി സ്നേഹത്തോടു കൂടി നമുക്ക് അദ്ദേഹത്തെ ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് സ്വാഗതം ചെയ്യാം. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പ്രൊഫൈൽ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-11 വചനം. വിശുദ്ധമായവ വിശുദ്ധിയോടുകൂടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. എൻ്റെ വചനങ്ങളിൽ നിന്റെ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനേശം കാണിക്കുവിൻ, അപ്പോൾ നിനക്ക് ജ്ഞാനം ലഭിക്കും. ഈ പരിശുദ്ധ വചനം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് ഈ വേദിയിൽ നമുക്കായി കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി സ്നേഹത്തോടു കൂടി ഹാർട്ട് ഓഫ് ഹെവൻ്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രൊഫസർ PC തോമസ്. വളരെ സ്നേഹത്തോടെ സാറിനെ സ്വാഗതം ചെയ്യുന്നു. Praise the Lord. സാറിൻ്റെ മുഖത്ത് ഒരു ഒളിമങ്ങാത്ത കാന്തിയാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും. അത് വിദ്യാഭ്യാസവും ദൈവത്തിൻ്റെ കരുണയും എല്ലാം കൂടെ അടങ്ങിയതാണെന്ന് തോന്നുന്നു, അല്ലേ സാറേ? ശരി. ആ, സാറിന് തുടക്കത്തിലൊരു പ്രാർത്ഥന ചെല്ലണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. തുടങ്ങാം അല്ലേ? എല്ലാ കാര്യങ്ങളും ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ തുടങ്ങാറുള്ളൂ. ഓമന് സംസാരശേഷി കൊടുത്ത യേശുവേ, ആവശ്യമുള്ളത് മാത്രം സംസാരിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. ആവശ്യമുള്ളത് മുഴുവൻ സംസാരിക്കാനുള്ള കൃപയും അവിടെ നിന്ന് എനിക്ക് നൽകണമേ. യേശുവേ സ്തുതി, യേശുവേ യേശുവേ. ആമേൻ. ഇത് അർത്ഥവത്തായിട്ടുള്ള പ്രാർത്ഥന, പ്രാർത്ഥനയാണ് അല്ലേ? തീർച്ചയായും. ഇത് എപ്പോൾ മുതലാണ് സർ ഈ ഒരു പ്രാർത്ഥന സാറിൻ്റെ മനസ്സിലേക്ക് വന്നത്? ഞാൻ നവീകരണത്തിലേക്ക് വന്നപ്പോൾ ബൈബിൾ ഞാൻ ഫിസിക്സ് പഠിക്കുന്നത് പോലെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വെളിപ്പെടുത്തലാണ് ഓമിന് സംസാരശേഷി കൊടുത്ത ആ അത്ഭുതം. അതെൻ്റെ മനസ്സിലേക്ക് വന്നു. സ്ട്രൈക്ക് ചെയ്തു അല്ലേ? നമുക്കൊക്കെ സംസാരശേഷിയുണ്ട്, പക്ഷേ അത് യേശു തരുന്ന സംസാരശേഷിയാവുമ്പോൾ തെറ്റുകളൊന്നും വരില്ല. വളരെ പ്രശസ്തമായ ഭാഗമാണ് ആ വാക്കുകൾ. യേശു തരുന്ന സംസാരം. അപ്പം തെറ്റുകൂടാതെ ജീവിക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, മറ്റുള്ളവരോട് പ്രവർത്തിക്കാൻ പറ്റും. അത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. സാറിന് അവിടെ ഇരിക്കാം. ഒരിക്കൽ കൂടി ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് നിറഞ്ഞ സ്വാഗതം. സാറിനെ എത്ര ബഹുമാനത്തോടു കൂടി സംസാരിച്ചാലും ഞങ്ങൾക്ക് മതിയാവില്ല. കാരണം കഴിഞ്ഞ 63 വർഷക്കാലമായി അധ്യാപന രംഗത്ത് സജീവമായി അങ്ങയുടെ ജീവിതവും ജീവനും കൊടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ്. അങ്ങയ്ക്ക് ഇതെങ്ങനെ സാധിക്കുന്നു? വളരെ ചുരുക്കിയ വാക്കുകൾ കൊണ്ട് ഞങ്ങളോട് പറയാമോ? ഇത് സാധിക്കുന്നത് വാസ്തവത്തിൽ എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല, അത് ദൈവത്തിൻ്റെ ഗ്രേസ് കൊണ്ടാണ്. ഇങ്ങനെ ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇഫ് യു റൺ എലോൺ ഓർ വിത്ത് എ ഫ്യൂ പീപ്പിൾ, ഇറ്റ് ഈസ് ഓൺലി എ റേസ്.
ബട്ട് ഇഫ് യു റൺ വിത്ത് ദ ലോഡ് ഓക്കെ. ഇറ്റ്സ് എ ഗ്രേസ്. ഓ ആൻഡ് ദാറ്റ് ഗ്രേസ് ഈസ് മേക്കിംഗ് മീ ഡു ഓൾ ദീസ് തിങ്സ്. വൗ. അതാണ് അതിൻ്റെ രഹസ്യം. അതെ, അതിൻ്റെ രഹസ്യം അതാണ്. ഈ അധ്യാപന രംഗത്തിലേക്ക് വരാനുള്ള അതിൻ്റെ പിന്നാമ്പറ കാര്യങ്ങൾ എന്താണ്? എത്ര കാലം മുൻപാണ്, അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് അങ്ങ് ഈ അധ്യാപന രംഗത്ത് വന്നത്? 1960 ജൂലൈ 3-ാം തീയതി 4-ാം തീയതി 3-ാം തീയതിയാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുന്നത്. 4-ാം തീയതി മുതൽ ഞാനൊരു അധ്യാപകനാണ്. ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് കോളേജിലാണ് അങ്ങ് തുടക്കം? ഞാൻ തുടങ്ങിയത് കോഴിക്കോടുള്ള സെൻറ്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി. ഓ അവിടെ 1 കൊല്ലമാണ് പഠിപ്പിച്ചുള്ളൂ. അതിനുശേഷം ഞാൻ സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂർ അവിടേക്ക് വന്നു. അവിടെ 27 വർഷം പഠിപ്പിച്ചു. 27 വർഷം. അതെ. ഓഹോ. അതിനുശേഷം വളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തു. വളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തിട്ട് ഇപ്പോൾ 30 വർഷത്തോളമായിട്ടുണ്ടാവും. സാറ് ഏത് സബ്ജക്റ്റാണ് കോളേജിൽ പഠിപ്പിച്ചത്? ഞാൻ പഠിപ്പിച്ചത്, ഡിഗ്രി എടുത്തതും പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തതും എല്ലാം ഫിസിക്സാണ്. ഫിസിക്സ്. പക്ഷേ ട്യൂഷൻ എടുത്തിരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇങ്ങനെ 3 വിഷയങ്ങളാണ്. സാറിന്റെ ശിഷ്യഗണങ്ങൾ എനിക്ക് തോന്നുന്നു ലോകത്തിന്റെ നാനാതുറകളിൽ ഉണ്ട്. വലിയ വലിയ സ്ഥാനങ്ങളിൽ അലങ്കരിക്കുന്ന ആളുകളാണ് അല്ലേ? ഉണ്ട്, ലോകത്തിൻ്റെ എല്ലാ സ്ഥാനങ്ങളിലും. ഞാൻ ഓർക്കുന്നത് മൈക്രോസോഫ്റ്റ് എനിക്ക് ഒരു അവാർഡ് തന്നു. ഓ. അതിൻ്റെ കാരണം അവർ പറഞ്ഞത് ലോകത്തിലെ അവരുടെ എല്ലാ ഓഫീസുകളിലും ഇവിടെ പഠിച്ചു പോയ ഒരു വിദ്യാർത്ഥി, ഒരു എഞ്ചിനീയർ ഉണ്ട് എന്നുള്ളതാണ്. അത് ലോകത്തിലെ എല്ലാ ടൗണുകളിലും അത് അവർ കണ്ടെത്തി ഒരു അവാർഡ് തന്നു, മൈക്രോസോഫ്റ്റ്. അല്ല, അങ്ങനെ ഒരു ചൊല്ല് തന്നെയായി. അതായത് PC തോമസ് സാറിന്റെ അടുത്ത് എൻട്രൻസിന്റെ കോച്ചിങ്ങിന് പോയാൽ ഉറപ്പ്. ഞങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടിയില്ല സാറിൻ്റെ അടുത്ത് വന്ന് പഠിക്കാൻ. അതിലും വലിയ ഭാഗ്യമാണ് കിട്ടിയത്. അത് സാറിന് ഭാഗ്യമുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ സാറ്, ഇപ്പോൾ ഒരുപാട് കുട്ടികളെ എൻട്രൻസ് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ വിദ്യാലയങ്ങളിലും മറ്റ് കോച്ചിങ് സെൻറ്ററുകളൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ സാറിൻ്റെ ഒരു വിദ്യാഭ്യാസ രീതി വളരെ വ്യത്യസ്തമാണ് അതിൽ നിന്നും അല്ലേ? കൃത്യനിഷ്ഠ, അങ്ങനെ ഒരുപാട് സാറിൻ്റെതായിട്ടുള്ള ചില നിയമങ്ങളിലൂടെയാണ് സാറ് കുട്ടികൾക്ക് വിദ്യ അഭ്യസിപ്പിച്ചു കൊടുക്കുന്നത്. ഞാൻ വിദ്യ കൊടുത്തിരുന്നത് 3 സ്റ്റെപ്പുകളിലാണ്. ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ പേര് ഫോർമേഷൻ. ഫോർമേഷൻ. രണ്ടാമത്തേതിൻ്റെ പേര് ട്രാൻസ്ഫോർമേഷൻ. ഓ. മൂന്നാമത്തേതിൻ്റെ പേരാണ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ എല്ലായിടത്തും കിട്ടുന്നതാണ്, എല്ലാ സ്കൂളിലും കിട്ടും. പക്ഷേ ഫോർമേഷൻ, ട്രാൻസ്ഫോർമേഷൻ ഇത് രണ്ടും എല്ലാ സ്കൂളുകളിലും കിട്ടാറില്ല. ഫോർമേഷൻ എന്ന് പറയുന്നത് കുട്ടികളെ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിലാക്കുക എന്നുള്ളതാണ്. ഒരു ചട്ടക്കൂട്, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ആദ്യത്തെ പടി. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ സാധാരണ പറയുക ഒരു ഡിസിപ്ലിൻ, ഒരു അച്ചടക്കം. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ആദ്യത്തെ ചിന്ത മിണ്ടാണ്ടിരിക്കുക എന്നുള്ളത്. അതല്ല ചെയ്യേണ്ടത്. എനിക്ക് അതിന് തന്നെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് പോലെ ചെയ്യുക, ചെയ്യാൻ പാടില്ലാത്തതൊന്നും ചെയ്യാതിരിക്കുക. അതാണ് ഡിസിപ്ലിൻ. അതാണ് യഥാർത്ഥ ഡിസിപ്ലിൻ. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് പോലെ ചെയ്യുക അല്ലേ? ഡൂയിങ് ദ റൈറ്റ് തിങ് അറ്റ് ദ റൈറ്റ് ടൈം ഇൻ ദ റൈറ്റ് മാനർ ആൻഡ് നെവർ ഡൂയിങ് എനിത്തിങ് റോങ്. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, പ്രേക്ഷകർക്ക്, വല്ല മാതാപിതാക്കൾക്ക് ഇതൊരു പുതിയ അറിവായിരിക്കും, സംശയമില്ല. അല്ല, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു ചിന്ത. ഞങ്ങളുടെ എല്ലാ കുട്ടികൾക്കും ഞാൻ ആദ്യം കൊടുക്കുന്ന ക്ലാസ് ഇതാണ്. വെരി ഗുഡ്. അപ്പം ഞാൻ അവരോട് പറയും, ഇത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല വേണ്ടത്, മാതാപിതാക്കൾക്ക്, അധ്യാപകർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, എല്ലാവർക്കും വേണ്ട, എല്ലാ വിഭാഗത്തിലുള്ളവർക്കും വേണ്ടതാണ് ഈ ഡിസിപ്ലിൻ. മാതാപിതാക്കൾക്കൊരു ചട്ടക്കൂട് വേണം, അധ്യാപകർക്കൊരു ചട്ടക്കൂട് വേണം,
ഈ ചട്ടക്കൂട് എന്താണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. തീർച്ചയായിട്ടും സർ. ഒരു ഉദാഹരണം പറയാം. റെയിൽവേ, നമ്മുടെ ട്രെയിൻ വളരെ സ്പീഡിൽ സേഫായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം അതിൻ്റെ റെയിലുള്ളതാണ്. അതെ, റെയിലാണ് എങ്ങോട്ടും തെറ്റാതെ റെയിലാണ് ട്രെയിനിൻ്റെ ചട്ടക്കൂട്. ചട്ടക്കൂട്. ഓ, 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 ഓക്കെ. ഓ. ഒരു ഉദാഹരണം കൂടി പറയാം. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ സമുദ്രത്തിൻ്റെ തീരത്ത് അല്ലെങ്കിൽ കായലിൻ്റെ തീരത്ത് മണൽത്തിട്ടയിൽ വലിയ വള്ളങ്ങൾ, പത്തേമാരികൾ റെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതെ, അത് വെള്ളത്തിൽ ഇറക്കുമ്പോൾ 10-30 ആൾ കയർന്നിട്ടാണ് അത് വെള്ളത്തിലേക്ക് ഇറക്കുക. ഇറക്കുന്നത്. പക്ഷെ വെള്ളത്തിൽ എത്തിക്കഴിഞ്ഞാൽ 2 ആൾ ചാടി കയറി തുഴയാൻ തുടങ്ങും, ബാക്കിയുള്ളവരൊക്കെ പിന്മാറും. വെള്ളമാണ് പിന്നെ വള്ളത്തിൻ്റെ ചട്ടക്കൂട്. അപ്പൊ ചട്ടക്കൂടിൻ്റെ ഒരു ഡെഫിനിഷൻ പറയാം. ഓക്കെ. നമ്മളിൽ അർപ്പിതമായ ജോലി ഏറ്റവും സുഗമമായി വിജയപ്രദമായി ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ് ചട്ടക്കൂട്. താങ്ക് യു, താങ്ക് യു. അപ്പൊ കുട്ടികൾക്ക് നമ്മൾ ആ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി കൊടുക്കണം അല്ലെ? നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അത് നമ്മുടെ കടമയാണ്. എനിക്കതല്ല വേണ്ടേ. അവര് വരുമ്പോ ഒരു ചട്ടക്കൂട് ഉണ്ടാവണം. കാരണം വീട്ടിലൊരു ചട്ടക്കൂട് ഉണ്ടാവണം, അതെ. അപ്പനും അമ്മയ്ക്കും ഒരു ചട്ടക്കൂട് ഉണ്ടാവണം. ഈ ചട്ടക്കൂടുള്ള സ്ഥലത്ത് നിന്ന് ഫ്രെയിം വർക്ക് എന്ന് നമുക്ക് പറയാം. ഇപ്പം ഇത് അങ്ങനെയൊന്നുമല്ല. മിക്കവാറും ചട്ടയില്ല കൂടുമില്ലാത്ത സ്ഥലത്തു നിന്നാണ് പലരും വരുന്നത്. അപ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും ചിലപ്പോൾ ഈ സമയത്ത്. അപ്പം ഞാൻ അവരോട് പറയും, മക്കളെ, നിങ്ങൾക്ക് ഇത് പിടിക്കുന്നില്ല, ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ മടങ്ങിപ്പോകും. ഒരു കാരണം കൂടിയും പറയും. പെൻസിലിൻ വളരെ നല്ലൊരു മരുന്നാണ്, പക്ഷെ ചിലർക്ക് അത് എന്തുണ്ടാക്കും, അലർജി ഉണ്ടാക്കും. അപ്പം എന്താ ചെയ്യേണ്ടത്? അത് ഡിസ്കണ്ടിന്യൂ ചെയ്യണം. ഈ ചട്ടക്കൂടുണ്ടെങ്കിൽ നമ്മളിൽ അർപ്പിതമായ ജോലി ഏറ്റവും നന്നായിട്ട് വിജയപ്രദമായിട്ട് ചെയ്യാൻ കഴിയും. ഇത് പലർക്കും ഇല്ല. ഇത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതായത് നമ്മൾ എല്ലാ ഇൻസുലിനും നമുക്ക് എല്ലാവർക്കും പിടിക്കില്ല, ഇല്ലേ? എന്നതുപോലെ ഈ ചട്ടക്കൂടുകളുടെ രീതികൾക്ക് വ്യത്യാസം ഉണ്ടാകണം എന്നാണോ? അതായത് കുടുംബത്തിൽ നിന്നാണ് അടിസ്ഥാനം ഉണ്ടാവേണ്ടത് അല്ലേ? കുടുംബത്തിൽ നിന്നാണ് അടിസ്ഥാനം ഉണ്ടാവുന്നത്. അവിടെ ചെയ്യാൻ പാടില്ലാത്തൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ടതൊക്കെ വേണ്ടതുപോലെ വേണ്ട സമയത്ത് ചെയ്യുകയും ചെയ്യുന്ന ഒരു ശീലം അപ്പനും അമ്മയ്ക്കും വീട്ടിലെ എല്ലാവർക്കും ഉണ്ടെങ്കിൽ അവൻ എവിടെ പോയാലും ഏത് സ്കൂളിൽ പോയാലും അവിടുത്തെ ചട്ടക്കൂട് അനുസരിച്ച് അവൻ പോയിക്കോളും. എല്ലാവിടത്തെ ചട്ടക്കൂട് ഒന്നല്ല. ശരിക്കും മാതാപിതാക്കൾക്കും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. അതാണ് സാറ് പറഞ്ഞത്, കുട്ടികൾ വരുന്നതിന് മുമ്പേ മാതാപിതാക്കൾക്കൊരു ചട്ടക്കൂട് ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷക കുടുംബങ്ങൾ സാറിൻ്റെ ഈ ഓരോ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കുന്നുണ്ട്. അവർ സ്വീകരിക്കട്ടെ. അങ്ങനെ നമ്മുടെ യൗവനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി മുറിവേൽക്കാതെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വാക്കുകൾ ഉപകാരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് പറഞ്ഞത് ട്രാൻസ്ഫോർമേഷനാണ്. ഓക്കെ, വെരി ഗുഡ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ദം ഗോഡ് ഓറിയൻറ്റഡ് ഫ്രം വേൾഡ് ഓറിയൻറ്റഡ്നെസ്. നമ്മളൊക്കെ എന്ന് പറയാം വേൾഡ് ഓറിയൻറ്റഡ് ആണ്. പക്ഷേ വേൾഡ് ഓറിയൻറ്റഡ് ആയാൽ യു വിൽ നെവർ ഗെറ്റ് ഫുൾ സാറ്റിസ്ഫാക്ഷൻ. അതിന് കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളിലൊക്കെ ഒരു ഈശ്വരാംശമുണ്ട്. തീർച്ചയായും. ഈശ്വരാംശം എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. ദ വേൾഡ് ഈസ് ഫൈനൈറ്റ്. വേൾഡ്ലി തിങ്സ് ആർ ഫൈനൈറ്റ്. അപ്പോൾ ഫൈനൈറ്റ് ആയിട്ടുള്ള വേൾഡ്ലി തിങ്സ് കൊണ്ട് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല. അതാണ് എത്ര നിങ്ങൾ വാരിക്കൂട്ടിയാലും, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, എത്രയോ പേര് എത്ര വാരിക്കൂട്ടി, പക്ഷേ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പിന്നെയും വാരി കൂട്ടണമെന്ന കാരണം ദിസ് കനോട്ട് ഫിൽ ഇൻഫിനിറ്റി. നമ്മളിലൊരു ഇൻഫിനിറ്റ് ഉണ്ട്, അതാണ് ഈശ്വരാംശം. അതുകൊണ്ട് നമ്മൾ ഗോഡ് ഓറിയൻറ്റഡ് ആയാൽ മാത്രമേ അത് ഫില്ല് ചെയ്യുള്ളൂ. ഒരു കാര്യം കൂടി, എല്ലാ അറിവും വരുന്നത് ദൈവത്തിൽ നിന്നാണ്. എല്ലാ അറിവും വരുന്നത് അതുകൊണ്ടാണ് ഗോഡ് ഓറിയൻറ്റഡ്. അത് നമ്മുടെ നാട്ടിൽ വിദ്യാർത്ഥിക്ക് ഒരു പര്യായമുണ്ട്.
വിദ്യാർത്ഥിയുടെ പര്യായം ബ്രഹ്മചാരി എന്നാണ്. ഓ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്തവനെന്നല്ല പലരും അങ്ങനെ ധരിച്ചിരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് കേൾക്കുമ്പോ നമുക്ക് അറിവുള്ളത് ബ്രഹ്മചാരി എന്ന് പറയുന്നത് വിവാഹം കഴിക്കാത്തവൻ എന്നുള്ളതാണ്. അത് അവന് വിവാഹം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അവൻ ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്നവനാണ്. അതാണ് ബ്രഹ്മചാരി. ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്നവൻ അവിടെ ഫോക്കസ്ഡാ. അവന് വിവാഹമില്ല, കുടുംബമില്ല, ഒന്നുമില്ല. അവന്റെ ഫോക്കസിങ് മുഴുവൻ അവിടെയാണ്. അതുകൊണ്ടായിരിക്കണം നമ്മുടെ പൂർവികര് വിദ്യാർത്ഥിക്ക് ബ്രഹ്മചാരി എന്ന് പേര് കൊടുത്തത്. അപ്പൊ ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്ന അറിവ് നേടുന്നവൻ ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്നവനാണ്. അറിവ് നേടുന്നവൻ നമുക്കൊരു പുതിയ അറിവാണ്. അതെ 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 അതെ. മൂന്നാമത്തേത് എല്ലാവർക്കും കൊടുക്കുന്ന ഇൻഫർമേഷൻ, അറിവ്. ഏത് സ്കൂളിലും കൊടുക്കുന്നത് അതാണ് അറിവ്. ഇത് ഞാനൊരു വ്യത്യാസം പറഞ്ഞുതരാം. നമ്മളൊക്കെ ഈ ആദ്യത്തെ 2 ഭാഗങ്ങൾ കൃഷിക്ക് ഭൂമി ഒരുക്കുന്നു. നിലം ഒരുക്കിയിട്ടല്ലേ നമ്മൾ വിത്തിടുള്ളൂ. അതെ അതെ. അതുപോലെ തന്നെ അടിസ്ഥാന വളം ഇട്ടിട്ടല്ലേ കൃഷി വിത്തിടുള്ളൂ. ഉറപ്പായിട്ടും. അതുപോലെ തന്നെ വിത്ത് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ. അത് ഇടുന്നത് ഒന്ന് നിലം ഒരുക്കി അതിന് നല്ലോണം വളമിട്ട് അടിസ്ഥാന വളം ഇട്ടിട്ടാണ് വിത്തിടുക. അപ്പം അത് 100 മേനി വിളവ് തരും. 100 മേനി വിളവ് തരും. അല്ലെങ്കിലും ഇപ്പം ചിലർ പറയും ഇതൊന്നും ഇല്ലാതെ പഠിക്കുന്നവനും 100% മാർക്ക് കിട്ടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ വലിയ മാർക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ ഇതുണ്ടായാൽ കൂടുതൽ വിജയം നേടാനായിട്ട് അവന് കഴിയും. നമ്മുടെ നാട്ടിലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കറ്റയിൽ നിന്ന് വീണ് പോയിട്ടുള്ള നെൽമണി മുളച്ചു വരുന്നത് കണ്ടിട്ടുണ്ടാവില്ലേ? അത് പശു ഒന്നും തിന്നില്ലെങ്കിൽ അത് അവിടെ നിന്ന് കതിരിടും, വീണ്ടും കതിരിടും. അതുമ്പോൾ 4 മണി 5 മണി ഉണ്ടാവുള്ളൂ. പക്ഷേ നിലമൊരുക്കി അടിസ്ഥാന വളമിട്ട് വിത്തിട്ടാൽ അതുമ്മ 200-300 മണികളുണ്ടാവും. ഈ വിത്തിടുന്നതിന് മുമ്പ് നമ്മൾ ഈ മണ്ണിനെ പാകപ്പെടുത്തണം എന്നുള്ളതാണ് പ്രധാനം. അതാണ് ഈ ഫോർമേഷനും ട്രാൻസ്ഫർമേഷനും. ഇത് കൊടുത്തിട്ടേ വിത്തിടാൻ പാടുള്ളൂ, ഇൻഫർമേഷൻ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ നല്ല ബലം പുറപ്പെടുവിക്കും. സാറ് പറഞ്ഞ വളരെ സത്യമായ കാര്യമാണ്. കാരണം ഞാനൊരു കുട്ടനാട്ടുകാരനായതുകൊണ്ട് ഈ കൊയ്ത്ത് കഴിയുമ്പോൾ കുറച്ച് നെൽമണികൾ അവിടെ വീഴും. അത് വളർന്ന് വലിയ കതിരുകളൊന്നും കാണത്തില്ല. ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ 5-6 കതിരെ കാണുള്ളൂ. അസമയം ഇത് ആ പാടമെല്ലാം നല്ലതായിട്ട് അതിനുവേണ്ടി ഒരുക്കപ്പെട്ട് അതിനുശേഷം അതിന് വളമെല്ലാം ചേർത്ത് വിത്ത് വിതച്ച് കഴിയുമ്പോൾ അത് 100 മേനി ഫലം പുറപ്പെടും. എന്നതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിലമൊരുക്കി നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ യൗവനങ്ങളെ വിദ്യാരംഭത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ തീർച്ചയായും 100 മേനി ഫലം കൊയ്യാൻ സാധിക്കും. അല്ലേ സാറേ? സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ സാറിൻ്റെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും കൃത്യനിഷ്ഠ, അതായത് സമയങ്ങൾ, കാലത്ത് എഴുന്നേൽക്കുക, പുലർച്ചെ, എനിക്ക് തോന്നുന്നു സാറ് ഒരു 4 മണിക്ക് തന്നെ എഴുന്നേൽക്കും തോന്നുന്നു അല്ലേ? ആ ഒരു കൃത്യനിഷ്ഠയ്ക്ക് ഒരുപാട് പ്രാധാന്യം സാറിൻ്റെ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ പല കുട്ടികളും ഇപ്പോൾ പറയുന്നുണ്ട്, ചില കുട്ടികൾക്ക് രാത്രി സമയങ്ങളാണ് പഠിക്കാനായിട്ട് ഏറ്റവും കംഫർട്ട് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചിലർക്ക് പുലർച്ചെ എഴുന്നേറ്റ്. അപ്പോൾ അതിലുള്ളൊരു ഡിഫറൻസ് എന്താണ്? കാലത്ത് എഴുന്നേറ്റ് പഠിക്കുന്നതാണോ? ഞാൻ അതിനെപ്പറ്റി കുറച്ച് ദീർഘമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിന് ഒരു ഋതമുണ്ട്. അതിൻ്റെ ലിവർ വർക്ക് ചെയ്യുന്നൊരു സമയമുണ്ട്, ബ്രെയിൻ വർക്ക് ചെയ്യുന്ന സമയമുണ്ട്, റെസ്റ്റ് ചെയ്യുന്ന സമയമുണ്ട്, റിപ്പയർ ചെയ്യുന്ന സമയമുണ്ട്. ഈ റിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ കൊണ്ട് വർക്ക് ചെയ്യിക്കാൻ പാടില്ല. അപ്പോൾ ഒരു ജനറലായിട്ട് പറയാം, ഒരു 10-11 മണി, ഒരു 11 മണിയെന്ന് വെച്ചോളൂ, മുതൽ ഒരു 3 മണി വരെയാണ് ലിവർ ശരീരത്തിൻ്റെ റിപ്പയർ വർക്ക് ചെയ്യുന്നത്. ലിവർ എപ്പോഴും വർക്ക് ചെയ്യുന്നു, ഓൾവേസ്. പക്ഷേ അതിൻ്റെ റിപ്പയർ വർക്ക് നടത്തുന്ന ഒരു സമയമുണ്ട്. അതായത് നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ലിവർ പണി കൊടുക്കുക. സാധാരണ നിലയിൽ നമ്മൾ 10 മണിക്ക് എല്ലാവരും ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങുമല്ലോ. 10-11 മണി, അതിനപ്പുറം ആരും ഇരിക്കാറില്ല ഇപ്പോഴാണ് നോർമലായിട്ട്. അതുകൊണ്ട് അതിന് കാരണം ശരീരത്തിൻ്റെ ആ ഒരു ടൈമിംഗ് ആണ്. അപ്പോൾ ആ ടൈമിങ്ങിന് നമ്മളും അഡ്ജസ്റ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്.
നമ്മുടെ സമയം, നമ്മുടെ വർക്ക് ചെയ്യുന്ന സമയം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. സാറ് ഒത്തിരി കാര്യങ്ങൾ എന്താ പറയുക, നമുക്ക് ലളിതമായ കാര്യങ്ങളിലൂടെ, ഉദാഹരണങ്ങളിലൂടെ വളരെ ആഴത്തിൽ നമ്മളെ സ്പർശിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും അല്ലേ, എത്ര ഓരോന്നിനും ശാസ്ത്രീയമായ വശങ്ങളും അതിൻ്റെ കാര്യകാരണങ്ങളും എല്ലാം പറഞ്ഞിട്ടാണ് സാർ ആ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞത്. തീർച്ചയായിട്ടും അതിൽ നിന്ന് തന്നെ ഒരു നല്ല അധ്യാപകൻ്റെ എല്ലാ മാതൃകകളും സാറ് കാണിച്ചു. ഒത്തിരി തിരക്കുകൾക്കിടയിൽ നിന്നാണ് സാറ് ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ഇത്രയും മനോഹരമായിട്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഒരുപാട് നന്ദി. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് സാറിൽ നിന്നും പഠിക്കാനുണ്ട്. ഒപ്പം നമ്മുടെ പ്രേക്ഷകരും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹാർട്ട് ഓഫ് ഹെവൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയപരിമിതി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഹാർട്ട് ഓഫ് ഹെവൻ്റെ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.